യേശുവിൻ്റെ കൂട്ടായ്മയിൽ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയും നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 7-ാം തിരുവചനം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-7 തിരുവചനങ്ങൾ. ഞാൻ അവർക്ക് സമാധാനവും ഭദ്രതയും സമൃദ്ധമായി കൊടുക്കും. യൂദായ്ക്കും ഇസ്രായേലിനും ഞാൻ ഐശ്വര്യം തിരിച്ചു നൽകും. പൂർവസ്ഥിതിയിൽ അവരെ ഞാൻ പണിതുയർത്തും. ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണിത്. ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ, അതായത് നിങ്ങളുടെ കർത്താവായ ദൈവം, സമാധാനവും ഭദ്രതയും നൽകും. നമ്മുടെ ഇടയിലുള്ള കലഹങ്ങൾ എടുത്തു മാറ്റി സമാധാനം ദൈവം സ്ഥാപിക്കും. നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം തിരിച്ചു നൽകി കർത്താവ് നിങ്ങളുടെ ഇടയിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. തകർന്നുപോയി എന്ന് കരുതുന്നവർക്ക് ആ ദൈവമായ കർത്താവ് അവരെ പണിതുയർത്തും. പ്രിയ സഹോദരങ്ങളെ, ഇല്ലായ്മകളെക്കുറിച്ച്, നഷ്ടങ്ങളെക്കുറിച്ച് വിഷമിച്ച് കഴിയുന്ന ആരെല്ലാമുണ്ടോ അവർക്ക് വേണ്ടിയുള്ള ദൈവവചനമാണ് ഇത്. നിങ്ങളുടെ ഇടയിൽ കർത്താവ് ഇന്ന് സമാധാനം പുനഃസ്ഥാപിക്കും. നിങ്ങൾക്ക് കർത്താവ് പ്രോസ്പെരിറ്റി ഉണ്ടാക്കിത്തരും. ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. തകർന്നു പോയതെല്ലാം, അങ്ങനെ ചിന്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു വരും. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. നമ്മൾ എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ അത് കർത്താവ് ഇന്ന് നിറവേറ്റിത്തരും. യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചു കഴിഞ്ഞതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സമ്പത്തും വിജയവും നൽകി ദൈവം നമ്മളെ നിരന്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയാം. നമ്മുടെ കർത്താവായ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ്റെ സംരക്ഷണയിലാണ് നമ്മൾ കഴിയുന്നത്. ആ വിശ്വാസം നമ്മൾക്ക് ദൃഢമാക്കിക്കൊണ്ട് ആ കർത്താവിങ്കിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് ലോകത്തിലുള്ള മറ്റുള്ള സകലതിനെയും നമ്മൾ മാറ്റിവെച്ചിട്ട് ആ കർത്താവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് നീ തരുന്നതെല്ലാം പരാതി കൂടാതെ സംതൃപ്തിയോടെ ഞാനിതാ സ്വീകരിക്കുന്നു കർത്താവേ എന്ന് പറയാം. യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിച്ച് തീരും മുമ്പ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവം മറുപടി നൽകി കഴിഞ്ഞുവെന്ന്.
എനിക്ക് ദൈവം ഇത് സ്ഥാപിച്ച് തരും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തോടൊപ്പമായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം കൊണ്ടുവരാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കേട്ട ദൈവത്തിന് നമുക്കിപ്പോൾ നന്ദി പറയാം. എൻ്റെ കർത്താവും നാഥനും ദൈവവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.